ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ എരിശ്ശേരിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പയറും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. അതിലേക്ക് വിസിലും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കർ നമുക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു 1-2 വിസിലടിച്ചാൽ മതിയാവും. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു അരമുറി തേങ്ങ, ഒരു 2 ചെറിയുള്ളി, ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 2 നുള്ള് ജീരകം, അത്രയും മതി. ഇത് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം. നമുക്കിത് മിക്സിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചേക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ കുക്കറിന്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് തുറക്കാം. കണ്ടോ, മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചടുപ്പിലേക്ക് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ബാക്കി അരപ്പൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടാം. അതിന് ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് താളിച്ചിടാം. ഇനിയിപ്പം നമ്മൾ താളിച്ചിടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കടുക്, 2 മുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും എണ്ണ ഒഴിച്ച് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അതാണ് പരുവം. ഈ തേങ്ങ നന്നായിട്ട് ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അത് താളിച്ചിടാം. അപ്പം നമ്മുടെ ടേസ്റ്റി എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.